ഇപ്പോൾ ബി.ജെ.പി പ്രതിനിധി സന്ദീപ് വാര്യർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കോടതിയുടെ നോട്ടീസ് എന്നതാണ് വാർത്ത. പാറ്റ്ന കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 12-ന് നേരിട്ട് ഹാജരാകുവാനാണ് കോടതിയുടെ നിർദ്ദേശം. വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് ബി.ജെ.പി മാറുകയാണോ? കാരണം സൂറത്ത് കോടതിയുടെ വിധി വന്നു, അതിന് പിന്നാലെ 2 വർഷം തടവെന്ന വിധി വരുന്നു, പിന്നാലെ ജാമ്യം ലഭിക്കുന്നു. ഇതിന് പിന്നാലെ വീണ്ടും പാറ്റ്ന കോടതിയെ ബി.ജെ.പി നേതാവ് സമീപിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലെ, നോട്ടീസ് പോയിട്ടുള്ളത് ബി.ജെ.പി ഓഫീസിൽ നിന്നല്ലല്ലോ, രാജ്യത്തെ നീതിന്യായ പീഠത്തിൽ നിന്നല്ലേ. പിന്നെ എങ്ങനെയാണ് ബി.ജെ.പി വീണ്ടും വീണ്ടും പുറകെ നടന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്നത്? ഇത് വളരെ നേരത്തെ കോടതികളെ വിവിധ ആളുകൾ സമീപിച്ചിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വളരെ അപക്വമായിട്ടുള്ള ഒരു പ്രസംഗം, ആ പ്രസംഗം രാജ്യത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക വിഷമം ഉണ്ടാക്കി. അവരിൽപ്പെട്ട പല ആളുകളും നീതിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് സാധാരണ പൗരൻ എവിടെയാണോ സമീപിക്കേണ്ടത് ആ നീതിന്യായ പീഠത്തെ സമീപിച്ചു. ആ നീതിന്യായ പീഠങ്ങൾ നോട്ടീസ് അയക്കുന്നു. അത് രാജ്യത്തെ ഒരു നിയതമായിട്ടുള്ള രീതി മാത്രമാണ്. നെഹ്റു കുടുംബത്തിലെ കുട്ടിയാണെന്ന് കരുതി രാഹുൽ ഗാന്ധിക്ക് മാത്രമായിട്ട് എക്സംഷൻ ആ കേസിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരു ഭരണഘടനയും നിയമ സംവിധാനവും ഉള്ള രാജ്യമാണിത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവരുടെ കുടുംബത്തിനും മാത്രമായി രാജ്യത്തെ ഈ നിയമ സംവിധാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സംഷൻ കൊടുക്കാൻ അങ്ങനെ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കരുത്. ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി തുടങ്ങിയവർക്ക് ടെസ്റ്റിംഗ് ഇല്ലാതെ, പരിശോധനയില്ലാതെ കടന്നു പോകാം എന്ന് എഴുതി വെച്ചതിന്റെ ചുവട്ടിൽ റോബർട്ട് വാദ്ര എന്നുകൂടി എഴുതി വെച്ച കാലം കഴിഞ്ഞു എന്ന് അവരുടെ കുടുംബം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാനും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ പൗരൻ മാത്രമാണ് രാഹുൽ ഗാന്ധിയും. അതിനനുസരിച്ചുള്ള പ്രിവിലേജസ് മാത്രമേ അദ്ദേഹത്തിന് അർഹതയുള്ളൂ. ശ്രീ സന്ദീപ് വാര്യർ, ഒപ്പം തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ജബി മേത്തർ എം പി സൂചിപ്പിച്ചത് ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള രാഹുലിന് കിട്ടിയ സ്വീകാര്യത അതാണ് ബി.ജെ.പിയെ ചൊടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബി.ജെ.പിയെ ഭയപ്പെടുത്തുന്നുവെന്നാണ് പറഞ്ഞത്. നോക്കൂ, ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരുന്നു? ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകരണം കിട്ടിയെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ആ സ്വീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുന്നതാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് ബി.ജെ.പി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ഭയന്നു എന്നൊക്കെ പറയുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ ഗിമ്മിക്കുകളെ ഭയന്നുകൊണ്ടൊന്നുമല്ല. ദീർഘകാലം ബി.ജെ.പി നേതാക്കളെ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ വലിയ തോതിൽ വേട്ടയാടുകയും CBI-യെയും അതുപോലെ തന്നെ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓർമ്മകളാണ് ഇപ്പൊ കോൺഗ്രസിനെ വേട്ടയാടുന്നത്. സകല അഴിമതിക്കാരും ഇപ്പോ ഒരുമിച്ച് ബി.ജെ.പിയെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്. അഴിമതി കേസുകളിൽ ആരൊക്കെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ വരേണ്ടി വരുന്നുവോ, അല്ലെങ്കിൽ ജാമ്യത്തിൽ വരേണ്ടി വരുന്നുവോ, കൺവിക്റ്റഡ് ആയിരിക്കുന്നുവോ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ബി.ജെ.പിക്കെതിരായിട്ട് ഇപ്പൊ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ അഴിമതി കേസിൽ ജാമ്യത്തിലുള്ള രാഹുൽ ഗാന്ധി, അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട RJD-യുടെ ആളുകൾ, അഴിമതി കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, ശിക്ഷിക്കപ്പെട്ട ആളുകൾ, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? പഴയ ഇന്ത്യയല്ല, ഈ പുതിയ ഇന്ത്യയിൽ, നരേന്ദ്രമോദി ഭരിക്കുന്ന പുതിയ ഇന്ത്യയിൽ അഴിമതി വെച്ച് പൊറപ്പിക്കില്ല, ന ഖാവൂങ്ക ന ഖാനേ ദൂങ്ക എന്ന മുദ്രാവാക്യവുമായി രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി സീറോ ടോളറൻസ് ടുവേർഡ്സ് കറപ്ഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറപ്റ്റഡ് ആയിട്ടുള്ളവർ ആരായാലും അവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന ഒരു സന്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഴിമതിക്കാരെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഈ അഴിമതിക്കാർ എത്ര ഒത്തുചേർന്ന് ശ്രമിച്ചാലും രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ പിന്തുണ അത് നരേന്ദ്രമോദി സർക്കാരിലുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങളെയാണ് വിശ്വാസം. കോൺഗ്രസിനെ ഭയക്കേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് ബി.ജെ.പിക്ക് ഉണ്ടെന്ന് ഈ രാജ്യത്ത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പോലും അത്തരത്തിൽ അഭിപ്രായം പറയില്ല. ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണോ? അല്ല, ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന എവിടെയാണ്? അപ്പൊ മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുമോ? ഇവിടെ ആന്ധ്രയിൽ വന്നു കഴിഞ്ഞാൽ TRS രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുമോ? ഇവരെല്ലാവരും ബി.ജെ.പിയെ താഴെ ഇറക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് പോരാടുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ.
അല്ല, ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ ഒരു നയം വേണം, ഒരു പോളിസി വേണം. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. ഇവർക്ക് BJP-ക്കെതിരായി ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരെല്ലാവരും വിവിധ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരോ രാജ്യത്തെ നീതിന്യായ പീഠങ്ങൾ ശിക്ഷിച്ചവരോ അതല്ലെങ്കിൽ അത്തരം കേസുകൾ നേരിടുന്നവരോ ജാമ്യത്തിൽ പുറത്തുള്ളവരോ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൊള്ളക്കാരും കള്ളന്മാരും അഴിമതിക്കാരുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പോലും സാധ്യമാകാത്ത രീതിയിലാണ് ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് തൃണമൂൽ കോൺഗ്രസിന് ഒരിക്കലും കോൺഗ്രസിന്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ മഹാരാഷ്ട്രയിൽ അവരുടെ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ പറഞ്ഞു കഴിഞ്ഞു ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സവർക്കറെ അപമാനിച്ചുകൊണ്ട് നിരന്തരമായി നടത്തുന്ന പ്രസ്താവനകൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ്. കോൺഗ്രസിന്റെ സഖ്യ സാധ്യതകൾ തകർത്തിരിക്കുകയാണ്. ശരത് പവാർ പോയി രാഹുൽ ഗാന്ധിക്ക് അൾട്ടിമേറ്റം കൊടുത്തു കഴിഞ്ഞു. സഞ്ജയ് റാവത്ത് പോയി രാഹുൽ ഗാന്ധിയെ കണ്ട് മേലാൽ സവർക്കർക്കെതിരായി ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് ഉച്ചരിച്ചാൽ ആ സമയത്ത് സഖ്യം തകരുമെന്നും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ നമ്മളോട്